നല്ല മൂവിയാണ്. അടിപൊളി അടിപൊളി. പക്ഷേ പടം കൊള്ളാം, നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ആൾക്കാർ തീർച്ചയായിട്ടും പോയി ഈ പടം കാണണം. ഗംഭീര വിജയം തന്നെയായിരിക്കും. പിന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മളെ ജയറാമിന്റെ ഏറ്റവും വലിയ തിരിച്ചുവരവ്. താൻ ആള് സ്മാർട്ട് ആണല്ലോ. ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേ ഒക്കെ നൈസാണ്. മൊത്തത്തില് നല്ല ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ എന്റെ അടുത്ത് വരാൻ എന്റെ ഇത്ര വൈകിയത്? ജയറാമേട്ടൻ അടിപൊളിയൊക്കെ. ജയറാം നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള അഭിനയം ഇടിലായിരുന്നു. ജയറാമിന്റെ ഒരു പക്ക കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന പടം. ജീവസും മോജസ്സുമുള്ള ഈ ഗംഗയെ നിനക്ക് തിരിച്ചരാന്നാടാ ഞാൻ ഏറ്റത്, ഞാൻ ആഗ്രഹിച്ചത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. നന്ദിയുണ്ട് സാറേ, നന്ദി. ഒരു സർപ്രൈസ് സാധനം ഉണ്ടായിരുന്നു, അത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കി? അത് ജയറാമേട്ടൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ വെടിക്കുന്ന ടൈമിലുള്ള വെടിക്കുന്നൊരു ടൈമായിരിക്കും അത്. ഞാൻ പറയാം, തിയേറ്ററിൽ ഇങ്ങനെ വെട്ടിക്കുന്ന ഒരു സമയം. ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. സെക്കൻഡ് ഹാഫാണ് കഴിയുമ്പോൾ ഒരാള് വന്നിട്ട് ഞാൻ മോനെ കണ്ണു തുറന്ന് കാണു സാറേ. മമ്മൂട്ടി ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? കൊച്ചു കള്ളൻ, ഒന്നും അറിയാത്തതുപോലെ ഒറ്റടി വെച്ചിരിഞ്ഞ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇന്റർനാഷണൽ മമ്മൂക്കട നമുക്കൊരു എൻട്രി ഉറപ്പായിട്ട് തകർത്തിട്ടുണ്ട്. അതൊരു വെടിക്കെട്ട് വരവാണോ? അന്യായം അണ്ണാ, അന്യായം. ഇതൊക്കെ എത്രയോ ചെറിയ കാര്യം. ഇൻട്രോയും മമ്മൂട്ടി വരവും തന്നെയാണ് പടത്തിന്റെ മെയിനായിട്ട് ഹൈലൈറ്റ്. 10 മിനിറ്റ് മമ്മൂക്ക ഒരു രോമാഞ്ചം. രണ്ടുപേരുടെ നമുക്ക് ഒരേ കണക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഭയങ്കര സൂപ്പർ ആയിരുന്നു ആ സീൻ. ആളുകളൊക്കെ കണ്ണ് തള്ളിയിരിക്കുക. ആ ഒരു സീൻ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ, അത് പറയാൻ പറ്റില്ല. കണ്ട് തന്നെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് സ്വയം തോന്നും. നീ കാരണം ഈ തെരുവിൽ എനിക്കൊരു പേരായി. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചേരേണ്ടവർ ചേർന്നാൽ നടക്കേണ്ടത് നടക്കും.